കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞു കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും. കഴിഞ്ഞ ദിവസം ബോട്ടുകളും ഡ്രോണും കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററും ഉപയോഗിച്ച് തെരച്ചിൽ നടന്നിരുന്നു. അപകടം നടന്ന 9-ാം ദിവസമാണിത്. മകന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഒരമ്മ. വിവരങ്ങളുമായി മനോജ് ഒപ്പം ചേരുന്നു. മനോജ്, മകൻ കടലിലേക്ക് പോകുന്നു, കാണാതെയാകുന്നു. 9 ദിവസങ്ങൾ. ഒരമ്മയ്ക്ക് എങ്ങനെയാണ് അത് താങ്ങാനാവുക എന്ന് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. കാരണം അത്രമേൽ ഒപ്പമുണ്ടായിരുന്ന ഒരാൾ മടങ്ങിയെത്തുമോ എന്ന പ്രതീക്ഷ, എന്താണ് സംഭവിച്ചതെന്നറിയാൻ ഉള്ള ആ ഒരു ആധിയും വ്യാധിയും ഒക്കെ ആ അമ്മയിൽ ഉണ്ടാകും എന്നറിയാം. മനോജ് ഇപ്പോൾ എവിടെയാണുള്ളത്? ഈ തെരച്ചിൽ ഇന്നും തുടരും. ഈ അധികൃതർ എന്താണ് പറയുന്നത്? ഈ വീട്ടിലാണ് ഒരമ്മ അങ്ങനെ കാത്തിരിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ട് നമ്മൾ വാർത്ത നൽകിയിരുന്നു. എന്നാൽ തൻ്റെ മകനെ ഇതുവരെ കണ്ടു കിട്ടിയില്ല എന്നുള്ള ഒരു ആവശ്യവുമായി അമ്മ ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും തുടർന്ന് അവിടെ വലിയ പ്രതിഷേധമുണ്ടാവുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തിരച്ചിൽ വീണ്ടും കാര്യക്ഷമമാക്കി തുടങ്ങിയത്. എന്നാൽ പോലും കഴിഞ്ഞ ദിവസം തിരച്ചിൽ നടത്തിയിരുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബോട്ടുകളിലും അതോടൊപ്പം ഡ്രോൺ പരിശോധന, ഹെലികോപ്റ്ററിൽ പരിശോധന, ഇതെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് വീണ്ടും ആ തിരച്ചിൽ രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അമ്മ രേഷ്മ ഇപ്പോൾ ഇവിടെയുണ്ട്, വീട്ടിൽ തന്നെയുണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു തിരച്ചിൽ ആരംഭിച്ചു. ഒരു ദിവസം, കഴിഞ്ഞ ദിവസം തിരച്ചിൽ നടന്നു. അപ്പോൾ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു, ഡ്രോൺ ഉണ്ടായിരുന്നു. കാര്യക്ഷമമായി നടക്കുന്നുണ്ടെന്ന് തന്നെയാണോ അധികൃതർ പറയുന്നത്? കാര്യക്ഷമമായി നടക്കുന്നു എന്ന് നമ്മൾ അധികൃതരെ അറിയിക്കാൻ നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ അറിയിക്കുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ അന്വേഷണങ്ങൾ ഓർഡർ കിട്ടി അന്വേഷിക്കുന്നു എന്ന് ഉള്ളത് വാസ്തവം. പക്ഷേ അതും ചെയ്യുന്നവരുടെ കയ്യിലിരിക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ട്. അതായത് നമ്മളിത് എന്തിനു വേണ്ടി ചെയ്യുന്നു, ഒരു 26 വയസ്സുള്ളൊരു കുഞ്ഞ്, അല്ലെങ്കിൽ ഒരു 50 വയസ്സുള്ള ഒരു അച്ഛൻ, അല്ലെങ്കിൽ ഒരു 40 വയസ്സുള്ളൊരു സഹോദരൻ എന്ന് ഉള്ള ഒരു ധാരണയോടുകൂടി, അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവൻ പോയതാണ്, അല്ലെങ്കിൽ ആ ഒരു കുടുംബങ്ങൾ കാത്തിരിക്കുന്നു എന്നും കൂടിയുള്ളൊരു ആത്മാർത്ഥതയോടുകൂടിയുള്ളൊരു തിരച്ചിൽ ഉണ്ടാകണമെന്ന് ഞാൻ ഈ തിരച്ചിലിന് ഇറങ്ങിപ്പുറപ്പെടുന്നവരോടും കൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം ഒരു ഒരു കാട്ടിക്കൂട്ടലല്ല ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളുടെ ഓരോ കുടുംബത്തിനും ആവശ്യം ഇതിപ്പം മുകളിൽ നിന്നുള്ള ഓർഡർ വരുന്നു, അവർ ആജ്ഞാപിക്കുന്നത് പോലെ അവരത് അനുസരിക്കുന്നു. അതല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഈ ജോലിക്ക് ചെയ്യാൻ ഇറങ്ങുന്നവരും കൂടെ കുറച്ചും കൂടെ ഒരു ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യണമെന്നും കൂടെ ഒരു അഭ്യർത്ഥനയും കൂടെ ഞാൻ വെക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവരിത് എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞതാണ്, ഇതിപ്പോൾ ഡ്രോൺ ഉപയോഗിക്കുന്നു, അത് കുറച്ച് സൂം ചെയ്തൊക്കെ നോക്കേണ്ട ഒരു ഏരിയാസ് എത്തുമ്പോൾ അത് അവർ അങ്ങനെ തന്നെ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ കല്ലിൻ്റെ പുറത്തിരിക്കുന്നത് നമ്മളിങ്ങനെ വെറുതെ ഡ്രോൺ പറന്നു പോയി അല്ലെങ്കിൽ അത് ആ ഒരു ഇതിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വ്യൂ ചെയ്ത് തന്നെ നോക്കിയെങ്കിൽ മാത്രമേ കല്ലിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും നമ്മൾ തിര അടിച്ചുകൊണ്ട് വന്നിട്ട് കല്ലിൻ്റെ ഇടയ്ക്ക് എങ്ങാനും കയറി ഇരിപ്പുണ്ടോ എന്നൊക്കെയുള്ള വ്യക്തത അതിനകത്ത് വന്നു ചേരൂ. പിന്നെ അതുപോലെ തന്നെ ഹെലികോപ്റ്റർ കൊണ്ടുള്ള ഒരു അന്വേഷണത്തിനാണ് ഞാനൊരു പ്രയോറിറ്റി പറയുന്നത്. കാരണം എനിക്കറിയാൻ കഴിഞ്ഞത് മുകളിൽ നിന്ന് നോക്കും, അതായത് ഈ ബോഡിയുടെ ഒരു കിടപ്പനുസരിച്ചിട്ട് മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ആയിരിക്കും കൂടുതൽ അത് കണ്ടെത്താൻ സഹായിക്കുന്നതെന്നാണ് എന്നോട് എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതാണ് വീണ്ടും ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം സുരേഷ് ഗോപി സാറിനോട് ഞാൻ കേണുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സാർ എനിക്ക് ഷിപ്പ് വേണ്ട, ഷിപ്പിൻ്റെ ഒരു ഇത് പറഞ്ഞിരുന്നു. എനിക്കതല്ല, എനിക്ക് ഹെലികോപ്റ്റർ കൊണ്ടുള്ള ആ ഒരു സംവിധാനം ഇതിനകത്ത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തി അങ്ങനെയുള്ളൊരു അന്വേഷണം ചെയ്തു തരണമെന്നാണ് സാറിനോട് ഞാൻ അപേക്ഷിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ എന്നോട് അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ ഹെലികോപ്റ്റർ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞിരുന്നത് ഫ്യൂവൽ കപ്പാസിറ്റിയെക്കുറിച്ചാണ്. അപ്പോൾ അത് കാര്യക്ഷമമായിട്ടൊരു അന്വേഷണം, അതായത് കപ്പാസിറ്റി. അപ്പം ഞാൻ എല്ലാത്തിനും ഒരു കപ്പാസിറ്റി അല്ലെന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്. അപ്പോൾ കപ്പാസിറ്റി കൂടിയ അതായത് കൊച്ചിയിൽ നിന്ന് ഇവിടം വരെ എത്തിയിട്ട് 2-3 റൗണ്ട് പോയി പറന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കപ്പാസിറ്റി കുറയുന്നു. അപ്പോൾ പിന്നെ തിരിച്ചു പോകേണ്ടി വരുന്നൊരവസ്ഥ. അപ്പോൾ ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ കൊണ്ടുവന്നു എന്നോട് ചേർന്ന് നിന്നും ഞങ്ങളുടെ ഓരോ കുടുംബത്തോടും ചേർന്ന് നിന്നും കൊണ്ടുള്ള ഒരു സമഗ്രമായ ഒരു അന്വേഷണം, അല്ലെങ്കിൽ ഒരു
തെരച്ചിലാണ് നമുക്ക് ആവശ്യം. അല്ലാതെ നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടു, മാം പറഞ്ഞതുപോലെ ഞാനത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഡിമാൻഡ് ചെയ്തില്ലല്ലോ, അപ്പം നിങ്ങൾ ഡിമാൻഡ് ചെയ്തില്ലല്ലോ, ആ ഒരു വാക്കിൽ നിന്നും നമുക്ക് ഇത്രയും ഇതൊക്കെ വന്നു ചേർന്നു. അപ്പം നിങ്ങൾ ഡിമാൻഡ് ചെയ്ത് അവർ ചോദിച്ചതല്ലേ, ഇനിയിപ്പോൾ കൊടുത്തില്ലെങ്കിൽ ഇനി അടുത്ത പ്രശ്നം എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല ഇത് ചെയ്തു തരേണ്ടത്. നമുക്കിത് വൈകിപ്പോയിരുന്നു, നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാമായിരുന്നു. അപ്പം ചെയ്തില്ല എന്നുള്ളൊരു കുറ്റബോധത്തോടു കൂടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്തു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ പ്രത്യേകിച്ച് സാറിനോട് പറയുന്നു, സാർ, ഞാൻ ഒരു ദുരന്തം ഇപ്പം നമ്മുടെ വീട്ടിൽ ഇത് വന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ പ്രദേശത്തും ഓരോ ദുരന്തങ്ങൾ, അല്ലെങ്കിൽ ഒരു ഷോക്കടിച്ച് മരിച്ച, അല്ലെങ്കിൽ ഒരു പാമ്പ് അടിച്ച് മരിച്ച, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു അപകടത്തിൽ മരിക്കുന്ന ഓരോ സ്ഥലത്ത് പോലും എത്രയോ മന്ത്രിമാർ വന്നു, അല്ലെങ്കിൽ എത്രയോ ഉയർന്ന ഉദ്യോഗസ്ഥർ വന്നു അവർക്ക് വേണ്ടുന്ന എല്ലാം വാഗ്ദാനം ചെയ്തിട്ട് പോയി, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ കൂടെ നിന്ന് ഞാൻ കണ്ടു. 3 ദുരന്തങ്ങൾ ഒരുമിച്ച് കണ്ട്, അതായത് 3 തലമുറയിലെ അപകടമാണ് ഒരമ്മ അല്ലെങ്കിൽ ഒരു മകൾ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ അഭിമുഖീകരിച്ച് കൊണ്ടുപോകുന്നത്. പക്ഷേ എൻ്റെ ഈ ഷിബു സാർ വന്നു. ഷിബു സാർ ഒരു മന്ത്രി എന്നതിലുപരി സാറിൻ്റെ നാട്ടുകാരനാണ്, ഞങ്ങൾക്ക് ഏറ്റവും അറിയപ്പെട്ട ഒരു മനുഷ്യനാണ്. അപ്പോൾ സാറിൻ്റെ വരവ് അത് എനിക്ക് തീർച്ചയായും ഉണ്ടാകും. സാറ് പദവിയിൽ ഇരിക്കുന്നല്ല എങ്കിൽ പോലും, സാറ് ഇപ്പോൾ MLA അല്ലായിരുന്നെങ്കിൽ പോലും, സാറ് തീർച്ചയായും ഞങ്ങളുടെ ഒരു കുടുംബത്തെ പോലെ ഞങ്ങളെ ചേർത്ത് പിടിക്കാതെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതല്ല, സാറിൻ്റെ നാട്ടുകാരനായതുകൊണ്ട് തീർച്ചയായും ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും, ഞങ്ങളെക്കുറിച്ച് അന്വേഷിക്കും. എന്തുകൊണ്ട് ബാക്കി ഇത്ര വകുപ്പുകളുണ്ട്, എത്രയോ മന്ത്രിയുണ്ട്, ഈ വകുപ്പിലൊരു മന്ത്രി ഉണ്ടല്ലോ. ഞാൻ അദ്ദേഹത്തെ, സാറെന്നെ വിളിച്ചു, ഞാനിത് ഇങ്ങനൊരു പ്രശ്നമാക്കിയതിന് ശേഷമാണ് സാർ എന്നോട് സംസാരിക്കുന്നത് പോലും. എന്തുകൊണ്ടാണ് ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളായതുകൊണ്ടാണോ, അത് ഞങ്ങളിങ്ങനെ കടലിൻ്റെ തീരത്ത് താമസിക്കുന്നവരായതുകൊണ്ടാണോ ഞങ്ങളോട് ഇങ്ങനെ ഒരു അവഗണന കാണിക്കുന്നത്? പക്ഷേ എന്തുകൊണ്ട് പ്രളയം ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ ഇവരെല്ലാം മണിക്കൂറുകളോളം സ്റ്റേ ചെയ്തു, അല്ലെങ്കിൽ ദിവസങ്ങളോളം അവിടെ പ്രവർത്തന കാര്യക്ഷമമായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ, അതും എൻ്റെ സഹോദരങ്ങൾ തന്നെ, ഞാൻ വേർപെടുത്തി കാണുന്നില്ല, പറയുന്നില്ല. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ഞാൻ പറഞ്ഞു പോവുകയാണ്. എന്തുകൊണ്ടാണ് ഞങ്ങളോടൊരു വേർതിരിവ് കാണിക്കുന്നത്, ഞങ്ങളെ എന്തുകൊണ്ടാണ് അവഗണിക്കുന്നത്? പല സാഹചര്യങ്ങളിൽ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ, ഞങ്ങൾക്കൊരു രാഷ്ട്രീയ ഇതിലല്ല ഞാൻ പറയുന്നത്, രാഷ്ട്രീയ ഭേദമന്യേ ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് ആരുമില്ല? ഞങ്ങളൊരു നാഥനില്ലാ കളരി പോലെ കിടക്കുന്നൊരു സമൂഹമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങളോട് ആ ഒരു വേർതിരിവ് കാണിക്കരുത്. വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് തീർച്ചയായും ഒരമ്മ പറയുന്നതാണ്. അതായത് സ്വന്തം മകനെ നഷ്ടപ്പെട്ട് നിൽക്കുന്ന അമ്മയാണ്, ആ മകന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ആണ് ആ അമ്മ പറയുന്നതാണ്. അത് സംസ്ഥാനത്ത് മത്സ്യത്തൊഴിലാളികളോട് ഇത്ര അവഗണന കാണിക്കരുത് എന്നാണ് ആ അമ്മ പറഞ്ഞു വെക്കുന്നത്. കാരണം രേഷ്മ എന്ന് പറയുന്ന, ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഈ ഗൗതമിൻ്റെ അമ്മ അന്ന് പ്രതിഷേധം ഉയർത്തിയില്ലായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് ഈ തിരച്ചിലൊന്നും തന്നെ കാണാൻ സാധിക്കില്ലായിരുന്നു. കാരണം ഈ സംസ്ഥാനത്തെ വകുപ്പ് മന്ത്രി പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയാണ് എന്നുള്ള കാര്യം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയുടെ അമ്മയാണ് പ്രതികരിച്ചത്. ആ അമ്മയുടെ നോവ്, അതായത് നിങ്ങൾ എങ്ങനെയാണ് തെരച്ചിൽ നാടകമല്ല നടത്തേണ്ടത്, തെരച്ചിൽ തന്നെ നടത്തൂ എന്നാണ്. നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാകും ആ അമ്മയുടെ വേദന. വാക്കുകൾ പോലും പലപ്പോഴും ഇടറിപ്പോകുന്നത്, പറഞ്ഞു നിർത്തുമ്പോൾ കരഞ്ഞു പോകുന്നത് സ്വന്തം മകനായതുകൊണ്ടാണ്, ആ വീടിൻ്റെ അത്താണി ആയതുകൊണ്ടാണ്. ഒപ്പം ചേരുകയായിരുന്നു M. മനോജ്.